ചാരത്തോട്ട് ഓടിയണന്ന് പേടി കാരണത്താല് പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോ ഭയാശങ്കകളോട് മൂടിപ്പതച്ച പുതപ്പിന്റെ താഴെ കിടക്കുമ്പോ രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട ആകാശത്തിന്റെ നാദമേത നബിയേ യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഖീർ. ഓ നബിയേ, പുതപ്പ് മൂടി കിടക്കുന്ന നബിയേ, എഴുന്നേൽക്കുക. കർമ്മോത്സുകതയുടെ പ്രബോധനത്തിന്റെ പാതയിലേക്ക് എഴുന്നേൽക്കുക. ജനമധ്യത്തിലേക്ക് കടന്നു നിന്ന് പടച്ചറപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നബിയേ. രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട സൂറത്തിൽ അല്ലാഹു പറഞ്ഞ പ്രധാനപ്പെട്ട പ്രമേയമേത നബിയേ, ജനങ്ങളുടെ മുമ്പിലേക്ക് കഅബാലയത്തിന്റെ മുമ്പിൽ ബഹുദൈവത്വത്തിന്റെ മുമ്പിലോട്ട് കടന്നുപോയ മക്കാ ഖുറൈശികളോട് റബ്ബക ഫകബ്ബിർ, ഏകനായ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച്, റുബൂബിയത്തിനെ കുറിച്ച്, അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നബിയേ. അങ്ങനെ പറയാൻ പോകുമ്പോ വസിയാബക ഫതഖീർ, അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി വേണമേ നബിയേ, അങ്ങക്ക് വിശുദ്ധി വേണമേ നബിയേ. രണ്ടാമതായി അവതരിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പ്രഥമമായ സത്യമേടാ, ആഖിറത്തെ കുറിച്ചല്ല, സ്വർഗത്തെ കുറിച്ചല്ല, ഹിസാബിനെ കുറിച്ചല്ല, മീസാനിനെ കുറിച്ചല്ല. അല്ലാഹ് പറയുകയാ വസിയാബക ഫതഖീർ, അങ്ങയുടെ വസ്ത്രത്തിന് വിശുദ്ധി വേണം നബിയേ, ശുദ്ധി വേണം നബിയേ. ഇത്രയേറെ ഗൗരവമായി ശുദ്ധിയെ കുറിച്ച് പരാമർശം നടത്തിയ 6000-ാമത്തെ ആയത്തിലല്ല, 1000-ാമത്തെ ആയത്തിലല്ല, 6-ാമത്തെ ആയത്തിൽ തന്നെ, അല്ലെങ്കിൽ 8-ാമത്തിന്റെ സൂക്തത്തിൽ തന്നെ വിശുദ്ധി വേണം, വിശുദ്ധി വേണം, വിശുദ്ധിയാണ് ശുദ്ധി എന്ന് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് വേണ്ട ഖുർആന്റെ പ്രമേയം നമ്മൾ ചർച്ച ചെയ്യുമ്പോ യഥാർത്ഥ പുരുഷന്മാരുടെ ലക്ഷണത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അല്ലാഹു പറഞ്ഞിരണ്ട ഒരു യഥാർത്ഥ ആൺകുട്ടിയുടെ അടയാളമേടാ. എതിരാളിയെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോ അരയിൽ തിരികെ വെച്ചിരിക്കുന്ന കടാര കൊണ്ട് എതിരാളിയുടെ പള്ളയിലോട്ട് കുത്തിയിറക്കി അവന്റെ കുടൽമാലകൾ വടിവാളിന്റെ മുകളിൽ കുത്തിയെടുത്ത് നേതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവസാനം അവനെ ആരെങ്കിലും നടുറോഡിൽ കുത്തിമലത്തുമ്പോ സ്വന്തം പേര് നാട്ടിലെ വെയിറ്റിംഗ് സെറ്റിന്റെ മുകളിൽ എഴുതി വെക്കുന്നവൻ ആൺകുട്ടിയല്ല. ആൺകുട്ടിയുടെ ലക്ഷണം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ലക്ഷണമേടെന്നറിയോ? ഫീഹി റിജാലുൻ യുഹിബ്ബൂന അയ്യതതഖറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ. അല്ലാഹു പറയാണ്, മഴ പെയ്യുന്നതൊക്കെ സാരമാക്കേണ്ട കാര്യമല്ല. ഇൻഷാ അല്ലാഹ് പരിമിതമായ സൗകര്യത്തിലോട്ട് കടന്നു നിൽക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ ഖുർആൻ പറയപ്പെട്ട പ്രധാനപ്പെട്ട പ്രമേയമാണ് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അയ്യതതഖറൂ. അല്ലാഹ് പറയുകയാ, യഥാർത്ഥ പുരുഷനാരാ മോനെ, യഥാർത്ഥ പുരുഷനാരാ? പുരുഷത്വത്തിന്റെ അടയാളം അവന്റെ ഹെയർ സ്റ്റൈലല്ല, അവന്റെ വസ്ത്രധാരണത്തിന്റെ പ്രൗഢിയല്ല, അവന്റെ മീശയുടെ വലിപ്പമല്ല. പടച്ചറപ്പ് പറയുകയാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷനാരെന്നറിയോ? യുഹിബ്ബൂന അയ്യതതഖറൂ, അവൻ വിശുദ്ധിയുള്ളവനാ, ശുദ്ധിയുള്ളവനാണ്. ഖുർആന്റെ പ്രമേയം ശുദ്ധിയാണ്. വിശുദ്ധിയുള്ള ഹൃദയമുള്ളവനാരോ അവനാണ് വിശുദ്ധിയുള്ള ചെറുപ്പക്കാരനാ. ഏതെങ്കിലും ചെറുപ്പക്കാരന് ശുദ്ധിയുണ്ടോ? അവനാണ് യഥാർത്ഥ ആൺകുട്ടിയെന്ന് ആണത്തത്തിന്റെ അടയാളം പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ശുദ്ധി. ഖുർആനിലെ 2-ാമത്തെ ആയത്ത്, യാ അയ്യുഹൽ മുദ്ദസിർ, നബിയെ എഴുന്നേൽക്ക്, ഖും എഴുന്നേൽക്ക് നബിയെ. എന്നിട്ടങ്ങ് ജനങ്ങളുടെ ഇടയിൽ പോയി വറബ്ബക ഫകബ്ബിർ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പോകുമ്പോ ആദ്യം പറഞ്ഞത് സിയാബക ഫതഖീർ, അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി വേണം. ആളുകളുടെ ഇടയിൽ പോയി അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ ഖുർആനാണ് പറഞ്ഞത് വസ്ത്രത്തിന് ശുദ്ധി വേണം. നമ്മുടെയൊക്കെ ധാരണ, നമ്മൾ ഇട്ടിരിക്കുന്ന ജുബയുടെ സൈഡിൽ അന്നത്തെ സ്റ്റൗവിന്റെ കരിയും അന്ന് വെച്ച പരിപ്പിന്റെ കളറും ഉണ്ടെങ്കിലേ അള്ളാഹിനെ കുറിച്ച് പറയാൻ പറ്റൂ എന്നൊരു ധാരണയിലായി പോയി. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വസ്ത്രത്തിന്റെ ശുദ്ധി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഒരാളോട് പറയുക, അപ്പൊ ആ സമയത്ത് പല്ല് തെച്ചിട്ടില്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് ഒരാളോട് ദൈവത്ത് നടത്താൻ വേണ്ടി നിനക്ക് അള്ളാഹിനെ കുറിച്ച് അറിയോ? അവന്റെ വഹ്ദാനിയത്ത് അറിയോ? അള്ളാഹുടെ കഴിവ് നിനക്കറിയോ? ആ സമയത്ത് നമ്മൾ പല്ല് തെച്ചിട്ടില്ല,
അയാളുടെ ചിന്ത ഇവൻ എങ്ങനെയെങ്കിലും സംസാരം നിർത്തിയിട്ട് ഒന്ന് പോയാ മതി. അവൻ അള്ളാഹിനെ കുറിച്ച് കേൾക്കാൻ നിൽക്കില്ല. അതേപോലെ നമ്മുടെ വസ്ത്രത്തിന് ശുദ്ധിയില്ല, ശുദ്ധിയില്ലാത്ത വസ്ത്രവും വെച്ചിട്ട് അള്ളാഹിനെ കുറിച്ച് പറയാൻ പോയാൽ ആ ആള് വിചാരിക്കും, എത്ര വൃത്തിയില്ലാത്തവൻ, ഈ വസ്ത്രം കഴുകാൻ അവന് സമയമില്ല, അപ്പോഴാണ് അവൻ അള്ളാഹിനെ കുറിച്ച് പറയുക. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ നല്ല സുഗന്ധം പൂഷണം, അത്തർ പൂഷണം. നമ്മൾ ഒരാളോട് ദേവത്ത് നടത്തുമ്പോ അത്തറിന്റെ മണം കേട്ടിട്ടെങ്കിലും അവൻ അങ്ങനെ ഒരു സുഗന്ധം കേട്ടാൽ നമ്മളവിടെ ഒന്നിച്ചു നിൽക്കും. അതുകൊണ്ട് സുഗന്ധം വേണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഇതൊരു വിമർശനമല്ല, ഇതൊരു സത്യം പറയലാണ്. അങ്ങനെ ആർക്കും വിമർശനമായിട്ട് തോന്നണ്ട. ഇത് ഖുർആന്റെ ഏറ്റവും വലിയ പാഠമാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, എഴുന്നേൽക്ക് നബിയെ, അങ്ങയുടെ ശരീരത്തിന് ശുദ്ധി ഉണ്ടാവട്ടെ. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ആൺകുട്ടികളുടെ അടയാളം പറഞ്ഞപ്പോ ആ സമയത്ത് അല്ലാഹു പറഞ്ഞത് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതക്കറു, അവർ വിശുദ്ധിയുള്ളവരാ. ഏത് ശുദ്ധിയാ? ഈ പറഞ്ഞ ശുദ്ധി ഏതാ? അത് വസ്ത്രത്തിന്റെ മാത്രം ശുദ്ധിയാണോ? ആണോ? മുഖത്തിന്റെ ശുദ്ധിയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ യഥാർത്ഥ ആൺകുട്ടി, യഥാർത്ഥ പുരുഷൻ ശുദ്ധിയുള്ളവനാ എന്ന് പറഞ്ഞാൽ അത് മുഖത്തിന്റെ ശുദ്ധിയാണെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൺകുട്ടി ഷാറൂഖ് ഖാനോ അല്ലെങ്കിൽ മമ്മൂട്ടിയാ? മമ്മൂട്ടി ആൺകുട്ടിയാണടാ. മമ്മൂട്ടി കിളവനായി, വയസ്സ് 62 കളഞ്ഞു. ഇനി ആൺകുട്ടി എന്ന് പറയുക? കുട്ടി എന്ന് പറയുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പിന്നെ ഷാറൂഖ് ഖാൻ ആവണ്ടേ? മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ ആ സൗന്ദര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറയില്ലല്ലോ വതീനി വസൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അത്തിമരത്തെ തന്നെയാണ് സത്യം. വസൈതൂനി, സൈതൂൻ പടമരത്തെ തന്നെയാണ് സത്യം. വതൂരി സീനീന, മൗണ്ട് സീനായി പർവ്വത നിരകളെ തന്നെയാണ് സത്യം. മൂസാ നബിയുടെ പ്രബോധനത്തിന്റെ മണ്ണുകൾക്ക് സാക്ഷ്യം വഹിച്ച മൗണ്ട് സീനായി, സീനായി പർവ്വത നിരകളെ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, നാഗരികതകളുടെ തലസ്ഥാനമായ, നാഗരികതയുടെ കളിത്തൊട്ടിലായ വിശ്വസ്തമായ മക്കാ പട്ടണത്തെ തന്നെയാണ് സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല സൗന്ദര്യത്തോടെയാ, കാണാൻ കൊള്ളാവുന്നവനായി, സുമുഖനായി, സുന്ദരനായി, സുശീലനായി ഞാൻ ഈ മനുഷ്യനെ പടച്ചെന്ന് പറയുമ്പോ ആ പറയുന്നത് കേവലം മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ, അത് വസ്ത്രത്തിന്റെ മാത്രം എടുപ്പാണെങ്കിൽ, അത് വസ്ത്രാലങ്കാരത്തിന്റെ പ്രൗഢിയാണെങ്കിൽ പിന്നീട് അല്ലാഹു പറയില്ലല്ലോ സുമ്മറദദിനാഹു അസ്ഫല സാഫിലീൻ, ആ മനുഷ്യനെ ഏറ്റവും അധമനായി മാറുകയാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൗന്ദര്യമുള്ള മനുഷ്യന്റെ മുഖം മുഴുവനും പൊള്ളലേറ്റ് വികൃതമായി എന്നല്ല, അവന്റെ ഏതെങ്കിലും സൗന്ദര്യത്തിന്റെ സങ്കല്പങ്ങൾക്ക് കോട്ടം തട്ടി എന്നല്ല, അവൻ ഏതെങ്കിലും അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമായെന്നല്ല. ഏറ്റവും സുന്ദരനായ മനുഷ്യനാരാ? അവന്റെ ഹൃദയത്തിനാണ് സൗന്ദര്യം വേണ്ടത്, അവന്റെ ഹൃദയത്തിനാണ് ശുദ്ധി വേണ്ടത്. പൊന്നുമോനെ, ഈ കാണുന്ന മുഖകമലത്തിനല്ല, വിശാലമായ നെറ്റിത്തടത്തിനല്ല, അംഗബാഹുല്യങ്ങൾക്കല്ല, ശരീരത്തിന്റെ മധ്യഭാഗത്തായി, ഒത്ത മധ്യഭാഗത്തായി, വലതുഭാഗത്തായി ഇടതുഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. ആ അവയവമാണ് ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, നിന്നെ തെറ്റ് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന, നന്മയിലോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഹൃദയമെന്നൊരു ചെറിയ അവയവമുണ്ട്. 5 അടി 10 ഇഞ്ച് വലിപ്പമുള്ള ഈ ശരീരത്തിന്റെ സൗന്ദര്യമല്ല. ഞാൻ ഈ പളപളാപിന്നുന്ന സിൽക്ക് ജുബ്ബ ഇട്ടിരിക്കുന്നത് ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ. സ്വർണ്ണ കളറുള്ള വാച്ചിട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ. ഈ മോതിരമുള്ളതിട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ. ഞാൻ ഈ വസ്ത്രമെടുത്തിരിക്കുന്നത്, അതിന് യോജിച്ച കളറുള്ള വസ്ത്രമെടുത്തിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ. പക്ഷെ അല്ലാഹു പറഞ്ഞു, അല്ല അല്ല, ഈ വസ്ത്രാലങ്കാരത്തിന്റെ സൗന്ദര്യമല്ല. വലിബാസു തഖ്വാ അദാലിക ഖൈർ,
കബീർ. ഏറ്റവും ഉന്നതമായ വസ്ത്രമേതെന്നറിയോ? അത് വിവാൾഡിയുടെ ഇടല്ല, അത് റെയ്മോൺസിന്റെ ഇടല്ല. തഖ്വ എന്ന ഒരു വസ്ത്രമുണ്ട്. ആ തഖ്വ എന്ന വസ്ത്രം കൊണ്ട് ഹൃദയത്തെ പ്രദർശിപ്പിക്കാൻ കഴിയുമ്പോ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഏറ്റവും വലിയ തെറ്റ് ചെയ്യാനും നിനക്ക് തോന്നലുണ്ടാക്കുന്ന, നന്മ ചെയ്യാനും തോന്നലുണ്ടാക്കുന്ന ആ ഹൃദയത്തിന്റെ വിശുദ്ധിയായ ഏറ്റവും വലിയ വിശുദ്ധിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശുദ്ധിയിലേക്ക് ഖുർആൻ മാനവ മനസ്സുകളെ മാടി വിളിച്ചപ്പെടാണ്. ഹൃദയം ശുദ്ധമായപ്പെടാ, ഹൃദയത്തിന് വിശുദ്ധി വന്നപ്പെടാ, ഹൃദയത്തിന്റെ വിശുദ്ധി വന്നപ്പെടാണ്. കേവലം 62 അക്ഷരങ്ങൾ അവതരിപ്പിച്ചപ്പോ ഏറ്റവും വലിയ മദ്യത്തിന്റെ രാജാക്കന്മാര് കേരള ഗവൺമെന്റ് മദ്യനിരോധനം നടത്തിട്ട് അതിനേതൊക്കെ തടസ്സവാദങ്ങൾ പറഞ്ഞാലും, വെള്ളാപ്പള്ളി നടേശൻ മറുവാദം പറഞ്ഞാലും, കുറ്റകൃത്യങ്ങൾ പെരുകുമെന്ന് പറഞ്ഞാലും, വ്യാജമറ്റം പെരുകുമെന്ന് പറഞ്ഞാലും, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെന്റിന് ഇതിനെ മറികടക്കാൻ കഴിയുന്ന സംവിധാനമുണ്ടെങ്കിൽ, വിശ്വസ്തതയുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, ഇച്ഛാശക്തിയുള്ളൊരു ഭരണകൂടമുണ്ടെങ്കിൽ ആ ഭരണകൂടത്തിനത് മറികടക്കാൻ കഴിയുമെന്ന് കേവലം 4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്കാ പ്രദേശത്തിന്റെ സർവാധിപതിയാകുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, കഅബാലയത്തിന്റെ മത്താഫിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കവേ ഒരു അറാബിയായ ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. പോകുന്ന വഴിയിൽ കൂട്ടുകാർ ചോദിച്ചു, എവിടേക്കാണ്? ഞാൻ മുഹമ്മദിന്റെ ചാരത്തേക്ക് പോവുകയാ. എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് വിളിക്കുന്ന സത്യത്തിലേക്ക് കടന്നു ചെല്ലാൻ മുസ്ലിമാവാൻ പോവുകയാ, മുസ്ലിമാവാൻ പോവുകയാ. കൂട്ടുകാര് പറഞ്ഞു, മുസ്ലിമാവില്ലേ? മുസ്ലിമായാല് പിന്നെ നിനക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. ആ ഖട്ടറബിയായ ചെറുപ്പക്കാരൻ പറഞ്ഞത്രേ, എനിക്കിനി വ്യഭിചരിക്കണ്ട, എനിക്ക് മുഹമ്മദ് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ഹൂറിലിങ്ങളെ ഞാൻ ലക്ഷ്യം പ്രാപിച്ചവനാ, എനിക്കിനി വ്യഭിചരിക്കണ്ട. അയാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് നടക്കവേ തൊട്ടടുത്തൊരു കൂട്ടുകാരൻ കണ്ടു, എവിടേക്കാണ്? ഞാൻ മുസ്ലിമാവാൻ പോവുകയാണ്. മുസ്ലിമായാല് പിന്നെ നിനക്ക് കള്ളം പറയാൻ കഴിയില്ല. ഇല്ല, കള്ളം പറയുന്നത് ഞാൻ നിർത്തി. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലേക്ക് പോവാൻ പോവുകയാ. പോകുന്ന വഴിയിൽ ഓരോ കൂട്ടുകാരും പറഞ്ഞു, വ്യഭിചരിക്കാൻ കഴിയില്ല മുസ്ലിമായാൽ, പിന്നെ കള്ളം പറയാൻ കഴിയില്ല, പിന്നെ സഫാ മലയുടെ പുറകിൽ കൊള്ള ചെയ്യാൻ കഴിയില്ല. അപ്പോഴെല്ലാം ആ കറുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, വേണ്ട വേണ്ട, എല്ലാ ദുസ്വഭാവത്തിനോടും ഞാൻ വിട പറഞ്ഞു. കഅബാലയത്തിന്റെ മത്താവിലെ ഹിദായത്തിന്റെ പൊൻവെളിച്ചവുമായി അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കവേ അവിടേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു കൂട്ടുകാരൻ ചോദിച്ചത്ര, എവിടേക്കാ? ഞാൻ മുസ്ലിമാവാൻ പോവുകയാ. മോനെ, മുസ്ലിമായാൽ പിന്നെ മദ്യപിക്കാൻ കഴിയില്ല. ആ ചെറുപ്പക്കാരൻ തിരിച്ചു നിന്നിട്ട് ചോദിച്ചു, മുസ്ലിമായാ പിന്നെ മദ്യപിക്കാൻ കഴിയില്ലേ? ഇല്ല, മദ്യനിരോധനമാണ് അവിടെ. എന്നാൽ എനിക്ക് മുസ്ലിമാവണ്ട, മദ്യപിക്കാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല, വ്യഭിചരിക്കാത്ത ഒരു പെണ്ണിന്റെ ചൂടും ചൂരും അനുഭവിക്കാത്ത രാത്രി എനിക്ക് പ്രശ്നമല്ല. പക്ഷേ മദ്യക്കോപ്പ് നുണയാത്ത, മദ്യത്തിന്റെ ഒരു തുള്ളി നുണയാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ തിരിച്ചു നടന്നെങ്കിൽ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, മദ്യത്തിനോട് വിട പറയാൻ വൈമനസ്യമുള്ളൊരു സമൂഹത്തിന് മുമ്പ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ മദ്യവും മദിരാശിയും പൈശാചിക ദുർബോധനമാണ്. ഫഹല്ലന്തും മുൻതഹൂ, അത് നിങ്ങൾക്ക് നിർത്താറായില്ലേ എന്ന് ചോദിക്കുമ്പോ ഏതാണ്ട് 62 അക്ഷരങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോ UDF-ന്റെ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കമുണ്ടായില്ല. എക്സൈസ് മന്ത്രി മാറി നിന്നില്ല. MLA-മാരുടെ യോഗം വിളിച്ചില്ല. സമുദായ നേതാക്കളെ സമ്മർദ്ദം ചെലുത്തിയില്ല. പള്ളിയിലെ അച്ഛന്മാര് വേണ്ടെന്ന് പറഞ്ഞില്ല. കേവലം 62 അക്ഷരം അവതരിക്കപ്പെട്ടപ്പോ ആ സമയത്ത് കുടിച്ചുകൊണ്ടിരുന്ന മദ്യത്തിന്റെ കോപ്പയും വലിച്ചെറിഞ്ഞിട്ട്, യാ റസൂലല്ലാഹ്, ഞങ്ങളിതാ നിർത്തി നബിയേ എന്ന് പറഞ്ഞ് മദ്യകോപ്പകൾ വലിച്ചെറിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരുടെ സമൂഹം ഓടി വന്നെങ്കിൽ അത് ഖുർആൻ അവരുടെ മനസ്സിന് കൊടുത്ത വിശുദ്ധിയാ.
അത് ഹൃദയത്തിൻ്റെതായ വിശുദ്ധിയാണ്. വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടറാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. വീടിന്റെ റൂമിന്റെ ഉള്ളിലും ഗോഡൌണിലും മദ്യത്തിന്റെ ബാരലുകൾ നിറക്കുമ്പോഴാണ് ആയത്തിറങ്ങുന്നത്. ആ സമയത്ത് മദ്യത്തിന്റെ ബാരലെടുത്തിട്ട് മദ്യനിരോധനത്തിന് ആയത്തിറങ്ങിയപ്പോ വെള്ളാപ്പള്ളിയെ പോലെ മറുവാരം പറഞ്ഞില്ല. നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടർ ആയിരുന്ന അറബയിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടർ ബാരലുകൾ മറിച്ചു വിട്ടിട്ട് സാമ്പത്തിക നട്ടത്തെ കുറിച്ച് ചിന്തിച്ചില്ല. ഞങ്ങള് നിർത്തി നബിയേ, ഞങ്ങള് നിർത്തി നബിയേ, ഞങ്ങള് നിർത്തി നബിയേ, ഞങ്ങളിതാ വിജയത്തിന്റെ പാതയിലേക്ക് വന്നിരിക്കുകയാ. ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, കേരള ഗവൺമെന്റിനും മദ്യനിരോധനം നടപ്പാക്കാൻ കഴിയണമെങ്കിൽ അത് എക്സൈസിന്റെ ഉദ്യോഗസ്ഥരെ കൊണ്ടല്ല, ആര്യങ്കാവിലെയും വാളയാലെയും ചെക്ക് പോസ്റ്റിന് തടസ്സം ഏർപ്പെടുത്തിയാൽ കേരളത്തിന്റെ മദ്യനിരോധനം സമ്പൂർണ്ണമാവുകയില്ല. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വിശുദ്ധി പ്രാപിക്കാൻ കഴിയുന്നൊരു സമൂഹത്തിന്റെ പരിവർത്തനത്തിനല്ലാതെ മദ്യത്തോട് വിട പറയാൻ കഴിയില്ലെന്ന് അമേരിക്ക പോലും അമേരിക്കൻ പാർലമെന്റ് മദ്യനിരോധനത്തിന്റെ ബില്ല് പാസാക്കി 2100 കോടി ഡോളർ ചെലവഴിച്ചിട്ട് 7ാമത്തെ ദിവസം മദ്യനിരോധനം പിൻവലിക്കേണ്ടി വന്നെങ്കിൽ അതെന്തുകൊണ്ടെന്നറിയോ? ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് വിശുദ്ധമായ ഖുർആൻ സംവദിച്ചതുപോലെ സംവദിക്കാൻ കഴിയാത്തൊരു ആത്മീയതയുടെ തലമില്ലാതെ വന്നപ്പോ ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി. ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി. എന്റെ പ്രിയപ്പെട്ട കർമ്മോത്സുകരായ അൽഹിസാൻ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിന് വിശുദ്ധി കൊടുത്തപ്പോ അവരാരായി മാറിയെന്നറിയോ? കൈബാലയത്തിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചരിക്കരുതേ, കള്ളു കുടിക്കരുതേ, കള്ളം പറയരുതേ, നന്മയ്ക്ക് വിഘാതം സൃഷ്ടിക്കരുതേ എന്നല്ലാണ്ട് റസൂല് നന്മയുടെ പുതിയ പാഠം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആരാണടാ മുഹമ്മദേ ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കാ നീ എന്ന് ചോദിച്ചിട്ട് കൈബാലയത്തിന്റെ മത്താഫിലെ നെഞ്ചും വിരിച്ച് ചാരിരുന്നിട്ട് മുഹമ്മദേ നീ ഞങ്ങളെ നന്നാക്കാൻ പോകുന്നു, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു, ഞങ്ങളാരെന്ന് നിനക്കറിയോ? ചരിത്രത്തിൽ കുറിച്ചിടണം. ഇത് ഒരിടവേളയ്ക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുമ്പോ കർമ്മോത്സുകതയുടെ കർമ്മപര്യായമായ എന്റെ കടുവാപ്പള്ളിയിലെ ചെറുപ്പക്കാരാ, മദ്യനിരോധനം കൊണ്ട് ഞങ്ങളുടെ മദ്യാസക്തി ഇല്ലാതാക്കാനോ ഉപദേശിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാനോ വെള്ളിയാഴ്ച പള്ളിയിലെ ഖത്തീബ് ഉപദേശിക്കാനോ ഞങ്ങളാരെന്നറിയോ? നെഞ്ചത്തേക്ക് വെള്ള ചൂണ്ടിയിട്ട് ഞങ്ങളാരെന്നറിയോ? അഹിയാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാനാ. ഒരാള് പറഞ്ഞു വ്യഭിചരിക്കാൻ ഒരു രാത്രിയിൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല, ഒരു ദിവസം ഞാൻ വ്യഭിചരിക്കാൻ ഒരു പെണ്ണിനെ കിട്ടാറ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി നിന്നിട്ട് അന്നെന്റെ കിടപ്പറ പങ്കിടാൻ ഒരു പെണ്ണിനെ കിട്ടാറ് എന്റെ സഹോദരന്റെ ഭാര്യയെ കൈപിടിച്ച് എന്റെ കിടപ്പറിൽ നിന്ന് വ്യഭിചരിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയതെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു ഇത് 6ാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിന്റെ കഥയാ. അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ആരെന്നറിയോ? ഇദാലം യജുറു ബിഹി ഇല്ലാ അഖാനാ. എന്റെ ജോലി കച്ചവടക്കാര് പോകുന്ന വഴിയിൽ പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് വരുന്നവനെ കടന്നു പിടിച്ച് കടുത്തു വെട്ടിയിട്ട് അവന്റെ മടിശീലയിലെ സ്വർണ്ണ നാണയം മോട്ടിച്ചു കൊണ്ടുപോയി കള്ളു കുടിക്കുന്ന പതിവാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം കച്ചവടക്കാരനാക്കിയിട്ട് സാത്വവാഹക സംഘത്തെ നോക്കി നിന്നിട്ട് ഒരാൾ പോലും അതുവഴി വന്നില്ല. അസ്തമയ സൂര്യന്റെ ചെഞ്ചായത്തിന്റെ ശോണിമ മാറവേ ഇന്ന് മദ്യപിക്കാനൊരു സ്വർണ്ണ നാണയം കിട്ടാറ് നിരാശയോടെ ഇറങ്ങി മറുഭാഗത്ത് നിന്നൊരാൾ പാതയോരത്തുകൂടി വരുന്നത് കണ്ടത് ഇരയാണെന്ന് കരുതി
തിരിഞ്ഞ് ഓടി നോക്കുമ്പോ തന്റെ സ്വന്തം പിതാവാ. ആ പിതാവിനെ ഒരു ദിവസം മദ്യപിക്കാൻ പൈസ കിട്ടാനിട്ട് എനിക്ക് ജന്മം തന്ന സ്വന്തം പിതാവിനെ പിടിച്ചു നിർത്തി അയാളുടെ കഴുത്ത് വെട്ടിയിട്ട് എന്റെ ഉപ്പാന്റെ മടിശീലിൽ നിന്ന് പണമെടുത്തിട്ട് മദ്യപിച്ചവനാണ്. എന്നെയാണോ നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുന്നതെന്ന് കഅബാലയത്തിന്റെ മത്താഫിൽ ചാരി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ധർമ്മപ്രഖ്യാപനത്തിന് വെല്ലുവിളിച്ച അങ്ങനെയുള്ള മനുഷ്യരാരാ ഉള്ളത്? രാക്ഷസീയ ഭാവത്തിന്റെ മാനുഷിക വൈകാരികതയുണ്ടായ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പരസ്യമായിട്ട് വിളിച്ചു പറയുകയാ, എന്റെ ഉപ്പാന്റെ കരുത്തറത്തിട്ട് മദ്യപിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെയാണ് നമ്മൾ വിളിച്ചത് ജാഹിലീങ്ങളെന്ന്, ഇവരെയാണ് നമ്മൾ വിളിച്ചത് കാട്ടറബികളെന്ന്, ഇവരെയാണ് നമ്മൾ വിളിച്ചത് രാക്ഷസന്മാരെന്ന്. 6-ാം നൂറ്റാണ്ടിലെ രാക്ഷസന്മാരെന്ന് നമ്മൾ വിചാരിച്ച ഈ ജനത, ആ ജനതയുടെ ഹൃദയത്തിന്റെ വിശുദ്ധി വന്നപ്പോ അവർക്ക് പിന്നീട് ലോക സമൂഹം ഒരു പേര് കൊടുത്തു. എന്താണെന്നറിയോ? ജാഹിലീങ്ങൾ എന്ന് വിളിച്ച നാവ് കൊണ്ട്, കൊലയാളി എന്ന് വിളിച്ച നാവ് കൊണ്ട്, രാക്ഷസൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് ലോക സമൂഹം അവരുടെ പേര് തന്നെ മാറ്റി വിളിച്ചു. ഒരു പേരുമാറ്റത്തിന്റെ കഥയാ ഞാൻ പറയുക. ഇങ്ങനെ പറഞ്ഞ ആളുകളെ കുറിച്ചിട്ടാണ് ലോക സമൂഹം പിന്നീട് അവർക്കൊരു പേര് കൊടുത്തു. ഖൗമുന് ബക്കാഊൻ, പൊട്ടിക്കരയുന്ന ജനത, പൊട്ടിക്കരയുന്ന ജനത, കണ്ണുനീരിന്റെ ജനത. പിന്നീട് ചരിത്രകാരന്മാരവരെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഖൗമുന് ബക്കാഊന്, പൊട്ടിക്കരയുന്ന ജനത. എന്തോ തിട്ടാ പൊട്ടിക്കരയുന്നത്? കാമുകയെ നഷ്ടപ്പെട്ടിട്ടല്ല, ലോട്ടറി അടിക്കാത്തത് കൊണ്ടല്ല, ജീവിതത്തിന്റെ സങ്കടമോത്തിട്ടല്ല, കടം പറഞ്ഞിട്ടല്ല, രോഗമോത്തിട്ടല്ല. പിന്നെ ഇവര് പൊട്ടിക്കരന്നത് എന്തിനെന്നറിയോ? ഖൗമുന് ബക്കാഊന മിൻ ഖശീയത്തില്ലാ, പടച്ചറപ്പിനെ ഒത്തിട്ട് പാതിരാത്രിയിൽ കരയാൻ തുടങ്ങി. ആരാ കരയുന്നതാരാ? പാതിരാ സമയത്തും മദ്യപിച്ചിട്ട് മതോന്മത്തരായി സുന്ദരി പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് നൃത്തം നടത്തിയ ചെറുപ്പക്കാരാ, മാറ്റമുണ്ടാകുമോ? ഇവിടെ വെച്ച് മാറാൻ തയ്യാറാകണം. അവരെയാണ് പിന്നീട് അവരെ കരഞ്ഞതെന്തിനാ? ഖൗമുന് ബക്കാഊന മിൻ ഖശീയത്തില്ലാ, പടച്ചറപ്പിനെ ഒത്തിട്ട് പേടിച്ച് കരയാൻ തുടങ്ങി. രാത്രിയിലും കരച്ചില്ല, പകലിലും കരച്ചില്ല, ഉറക്കത്തിലും കരച്ചില്ല, ഉണർവിലും കരച്ചില്ല. എപ്പോഴും കണ്ണുനീര് തടം തല്ലി തൊടുകാൻ തുടങ്ങി. ആരാ കരഞ്ഞതാരാ? അങ്ങനെ അള്ളാഹുവിനെ ഒത്തിട്ട് കരഞ്ഞ് 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 മരിച്ചുപോയൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ആരാ മോനെയാട്? തമ്മാടിയായി നടന്നിട്ട് ഖുർആന്റെ വിശുദ്ധി കടന്നു വന്നപ്പോ കരഞ്ഞ് 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 അവസാനം അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞു മരിച്ചൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ആരാ മോനേട്? അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞു പോയ ചെറുപ്പക്കാരനാണ് ബഹുമാനപ്പെട്ട ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു. അബൂജഹലിന്റെ പുത്രനായ ഇക്രിമ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് മരിച്ചുപോയ ചെറുപ്പക്കാരനാണ് അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു. പിഴയ്ക്കണമെങ്കിൽ പിഴയ്ക്കേണ്ടതാരാ? ഇക്രിമയാ അല്ലേ? പിഴയ്ക്കണമെങ്കിൽ പിഴച്ചു പോണമെങ്കിൽ പിഴച്ചുകേണ്ടതാരാ? ഒന്ന് ചിന്തിക്ക്. ആരുടെ വീട്ടിലായത്? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ നടന്നവന്റെ വീട്ടിലാണ് ഇക്രിമ പറഞ്ഞത്. ആ ഇക്രിമ പിന്നീട് ആരായി മാറി? കരഞ്ഞ് 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 മരിച്ചു. ആരാ ഇക്രിമ? ആരാ പിന്നീട് ഇക്രിമ ആരായി മാറി? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരായത്തിറങ്ങി തന്നെ ഇക്രിമയ്ക്ക് വേണ്ടിയാ. അബൂജഹലിന്റെ മകന് വേണ്ടി ഖുർആന്റെ ആയത്തിറങ്ങി അല്ലേ? ഒരായത്തിറങ്ങിയതാ അബൂജഹലിന്റെ മകന് വേണ്ടി. മകന്റെ പേരിൽ ഖുർആന്റെ ആയത്തിറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങോട്ട് നോക്ക്. ഏതായത്തേടാ? ഖുർആൻ പഠിക്കണം. അതിനാണ് സലാഹിയ യൂണിവേഴ്സിറ്റി. ഖുർആൻ പഠിക്കണം. ആയത്ത് മാത്രമല്ല. ഈ ആയത്ത് ആർക്കെതിരെയാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഇക്രിമാ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ആ സമയത്ത് ഏതോ സഹാബി പറഞ്ഞു വത്രേ ജാ വലദു ഫിർഔൻ, അതാ ഫിറൗനിന്റെ മകൻ വരുന്നു. അള്ളാഹുവിന്റെ റസൂല് അബൂജഹലിനെ ഫിറൗൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ആരോ മുസ്ലിം ആദിനേശം ഇക്രിമാ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ആ സമയത്ത് പറഞ്ഞു വത്രേ ജാ വലദു ഫിർഔൻ, അതാ ഫിറൗനിന്റെ മകൻ വരികയാ. ഇത് കേട്ട ഇക്രിമാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിന് വേദനയുണ്ടായി. ആ സമയത്താണ് ആയത്തിറങ്ങിയത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖറ ഖൗമും മിൻ ഖൗമിൻ അസാ യകൂനൂ ഖൈറൻ മിൻഹും. ഓ സത്യവിശ്വാസികളെ, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ പരിഹസിക്കണ്ട. അയാൾ നിങ്ങളെക്കാൾ ഉന്നതനായേക്കാം. അത് അബൂജഹലിന്റെ മകനാണെങ്കിലും എന്റെ അടുക്കൽ ഇക്രിമ ഉന്നതനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങി. ആർക്കാ പൊന്നുമോനെ? അബൂജഹലിന്റെ മകനായ ഇക്രിമ, അബൂജഹലിന്റെ മകനായ ഇക്രിമ. ഈ ഇക്രിമയാണ് ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി അടുത്ത് കണ്ടവന്റെ കടുത്ത് വെട്ടിയ ഇക്രിമയാണ്. നഹാവന്ത് യുദ്ധം നടക്കുമ്പോ, വെട്ടുകളേറ്റ് യുദ്ധഭൂമിയിൽ കിടക്കുമ്പോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, സഹാബിയുടെ മുമ്പിലേക്ക് വെള്ളം കൊണ്ടുവന്നപ്പോ അടുത്ത് കിടക്കുന്ന സഹാബി നിലവിളിക്കുകയാണ്, വെള്ളം വെള്ളം. ഈ സഹാബി പറഞ്ഞു, എനിക്ക് വേണ്ട. അടുത്ത് കിടന്ന് നിലവിളിക്കുന്ന ആൾക്ക് കൊടുക്കൂ. ആ വെള്ളപാത്രം അവിടേക്ക് നീങ്ങി. അടുത്ത സഹാബി നിലവിളിക്കുകയാ, പറഞ്ഞു, എനിക്ക് വേണ്ട. അടുത്ത ആളിലേക്ക് നീങ്ങ്. ഒരു നേരത്തെ ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി അടുത്ത് കണ്ടവന്റെ കടുത്ത് വെട്ട ഇക്രിമയാണ്. താൻ മരിക്കുന്ന സമയത്ത് ദാഹജലം കൊണ്ടുവരുമ്പോ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് നഹാവൻ നിന്നെ യുദ്ധഭൂമിയിൽ അടുത്ത് കിടക്കുന്നവന് പച്ചവെള്ളം കൊടുക്കാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഇക്രിമ. മുസ്ലിമായതിനു ശേഷം ഇക്രിമാ റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും പിന്നെ പള്ളിയിലേക്ക് കിടന്നിറങ്ങൂ. അല്ലാത്ത സമയത്ത് മുഴുവനും വകാന ഖുർആൻ, എപ്പോഴും ജോലി ഖുർആനോദല, എപ്പോഴും ജോലി ഖുർആനോദും. അങ്ങനെ ഖുർആൻ ഓതിയോടി അതിന്റെ തഖ്വയിൽ മരിച്ച സഹാബിയാണ് ബഹുമാനപ്പെട്ട ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു തആല അൻഹു. പിഴച്ചു പോകണമെങ്കിൽ പിഴക്കേണ്ടത് ഇക്രിമയല്ലേ? എന്തുണ്ടായില്ല? ഇതാണ് ഖുർആന്റെ വിശുദ്ധി. ഖുർആൻ അവരുടെ ഹൃദയത്തിന് വിശുദ്ധി നൽകിയപ്പോ, ആ വിശുദ്ധി അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോ അവർ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി മാറി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് ഖുർആന്റെ വിശുദ്ധിയാണ്. അല്ലാത്ത മറ്റൊരു ശുദ്ധിയും ഈ ഭൂലോകത്ത് ബലവത്താവുകയാണ്. ആകുമോ? എന്താ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണം? പൊന്നു കുട്ടിയെ, ഖുർആന്റെ വിശുദ്ധി നിനക്കും നിന്റെ തലമുറയ്ക്കും ഇല്ലാത്തിടത്തോളം കാലം മറ്റൊരു വിശുദ്ധി ജീവിതത്തിൽ പ്രയോജനം ചെയ്യുകയില്ല. അള്ളാഹു നമുക്ക് ആ ശുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചാലേ ഈ തലമുറക്കിന് നിലനിൽപ്പുണ്ടാവൂ? എന്താ അതിന്റെ കാരണം? എന്താ? ഒരു മാതാപിതാക്കൾക്ക് മക്കളെ കിട്ടണമെങ്കിൽ വാത്സല്യത്തോടെ തന്നെ മകൻ തന്നെ ഉപ്പാ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കണമെങ്കിൽ, ഉമ്മ എന്ന വാത്സല്യത്തിന്റെ വിളി കേൾക്കണമെങ്കിൽ അത് ഈ ഖുർആൻ എന്ന ഏറ്റവും വലിയ വിജ്ഞാനത്തെ പഠിപ്പിച്ചാലല്ലാതെ സാധ്യമാവുകയില്ല. കാരണം എന്താ? ബഹുമാനപ്പെട്ട ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു യാത്ര പോകാൻ ഒരുങ്ങവേ പ്രിയപ്പെട്ട ഉമ്മാന്റെ ചാരത്തേക്ക് പോയി, ഉമ്മ ഞാൻ യാത്ര പോവുകയാ. സാധാരണ നമ്മളൊക്കെ ഗൾഫിൽ പോകുമ്പോ ഉമ്മയോട് യാത്ര പറയാൻ പോകുന്നത് പോലെ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മാനോട് യാത്ര പറയാൻ പോകവേ ആ സമയത്ത് ചോദിച്ചു, ഉമ്മ, യാത്ര കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ എന്താണ് കൊണ്ടുവന്ന് തരേണ്ടത്? ഗൾഫിൽ പോകുമ്പോ നമ്മളൊക്കെ ചോദിക്കാറുള്ളത് പോലെ, ഉമ്മ, ഞാൻ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവന്ന് തരേണ്ടത്? ആ സമയത്ത് ഉമ്മാന്റെ മറുപടി, പൊന്നുമോനെ, നീ യാത്ര കഴിഞ്ഞ് എനിക്ക് കൊണ്ടുവരേണ്ടത് എന്തെന്നറിയോ? എന്താണ് ഉമ്മ? യാത്ര പോകാൻ ഒരുങ്ങവെയുള്ള ചോദ്യമാണ്. ആ സമയത്ത് പറഞ്ഞു, പൊന്നുമോനെ, യാത്ര കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ എനിക്ക് കൊണ്ടുവന്ന് തരുമോ?
സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ എനിക്ക് കൊണ്ടുവന്നു തരുമോ? ഉമ്മയുടെ ചോദ്യം വല്ലാത്ത കടന്ന ചോദ്യമായി. പൊന്നുമോനെ, തിരിച്ചു വരുമ്പോൾ ഉമ്മയ്ക്ക് വേണ്ടത് സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് മോനെ. ഇത് പറയേണ്ട താമസം ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ, സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ ആ മണ്ണിന് വേണ്ടി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുന്നതെന്തൊരു അതിപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞ് ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ ഒടിയിലേക്ക് കുനിഞ്ഞു ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ, ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. തന്റെ ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ ഇടയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ വെച്ചിട്ട് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഉമ്മാ, സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ യാത്ര കഴിയുന്നത് വരെ കാത്തിരിക്കുന്നതെന്തിന്? ഇതാ ഉമ്മ, സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. സ്വന്തം ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ അടിയിലാണ് സ്വർഗത്തിലെ മണ്ണെന്ന് തിരിച്ചറിയാൻ ഒരു മകനെ കഴിഞ്ഞതെങ്ങനെയാ? ആ മകനത് പറഞ്ഞു കൊടുത്ത വിജ്ഞാനമേടാ. ആ വിജ്ഞാനം അറിയണമെങ്കിൽ ഖുർആൻ പഠിക്കണം. വലഖദ് ആതൈനാ ലുക്മാനൽ ഹിക്മത അനിഷ്കുറു ലില്ലാഹ്. അല്ലാഹ് പറയുകയാണ്, വലഖദ് ആതൈനാ ലുക്മാനൽ ഹിക്മ. ലുക്മാന് ഞാൻ ഹിക്മത്ത് നൽകി, ലുക്മാന് ഞാൻ ഹിക്മത്ത് നൽകി, ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഞാൻ ഹിക്മത്ത് നൽകി. എന്താ സഹോദരങ്ങളെ ഹിക്മത്തേടാ? ഏതാ ഹിക്മത്ത്? എന്താ? വഖൈറുൽ ഹിക്മത്തി ഖശിയത്തുല്ലാഹ്. ഏറ്റവും വലിയ ഹിക്മത്ത് അല്ലാഹനെ കുറിച്ചുള്ള പേടിയാ. ഏറ്റവും വലിയ ഹിക്മത്ത് അല്ലാഹനെ കുറിച്ചുള്ള പേടിയാ. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഞാൻ പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി പഠിപ്പിച്ചു കൊടുത്തു. ഓ, പേടി പഠിപ്പിച്ച ഗ്രന്ഥമേതാ? അതാണ് വിശുദ്ധ ഖുർആൻ. അപ്പോഴാണ് ഹിക്മത്ത് പഠിച്ച മകനാണ് ഖുർആൻ പഠിച്ച അല്ലാഹനെ കുറിച്ച് പേടിയുള്ള ഒരു ഹൃദയമുള്ള മകനാണ് കാൽപ്പാടത്തിന്റെ അടിയിൽ ഉമ്മയുടെ സ്വർഗത്തിന്റെ മണ്ണ് കണ്ടത്. ചിന്തിക്ക്, ഉമ്മാടെ കാൽപ്പാടത്തിന്റെ അടിയിൽ നിന്ന് മണ്ണെടുത്തു കൊടുത്ത മകൻ ഏത് വിജ്ഞാനമാ പഠിച്ചത്? MBBS ആണോ? ഫിലോസഫി ആണോ? MPhil ആണോ? ആ മകന്റെ ഡിഗ്രി അല്ലാഹ് പറഞ്ഞു, വലഖദ് ആതൈനാ ലുക്മാനൽ ഹിക്മ. ലുക്മാന് ഞാൻ ഹിക്മത്ത് കൊടുത്തു. എന്താ ഹിക്മത്ത്? നമ്മൾ പറയില്ല അതൊക്കെ ഒരു ഹിക്മത്താണ്. എന്താ ഹിക്മത്ത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറുൽ ഹിക്മത്തി ഖശിയത്തുല്ലാഹ്. ഏറ്റവും നല്ല വിജ്ഞാനം അള്ളാനെ കുറിച്ചുള്ള പേടിയ. ആ അള്ളാനെ കുറിച്ചുള്ള പേടി പഠിപ്പിക്കുന്ന വിജ്ഞാനം, ആ വിജ്ഞാനമാണ് ഖുർആന്റെ വിജ്ഞാനം. ഹൃദയത്തിന്റെ മരുന്നിനെ കുറിച്ച് പറയുമ്പോ 5 മരുന്നുകളാ പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മരുന്നേടാവത്തിലാവത്തിന് അർത്ഥമറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുക. നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തോതുമ്പോ കരയാൻ കഴിയുന്ന, സ്വർഗത്തിന്റെ ആയത്തോതുമ്പോൾ ആഗ്രഹിക്കാൻ കഴിയുന്ന, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥമറിയാൻ കഴിയുന്ന ഒരു വല്ലാത്ത പാരായണമുണ്ടായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണോ? അല്ലാഹനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, ജദ്ദിദു ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതല്ലേ, ജദ്ദിദു ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ ഈമാനിനെ പുതുക്കാനും വനവ്വിറൂ ഖുലൂബക്കും, നിന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടാവാനും ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ടൊരാള് മരിച്ചാൽ 40,000 70,000 ദിക്ർ ചെല്ലാറുണ്ട്. ഇന്നതെല്ലാം മുസ്ലിയാരുടെ വഴുപ്പലക്കലാണ് പറഞ്ഞ് ആധുനികതയുടെ പുരോഗമനമാണ് നിനക്ക് നട്ടുനക്ക് വന്നപ്പോ, ഇസ്ലാമിനെ നീ പരിഷ്കരിക്കാൻ മെനക്കെട്ടപ്പോ, ഇസ്ലാം
ഇസ്ലാമിനെ നീ പോളിഷ് ചെയ്താ മനക്കെട്ടപ്പോ യുക്തിവാദികള് രണ്ട് സൈസാ. ഒന്ന് ഇസ്ലാമിലെ യുക്തിവാദി, ഒന്ന് പരമയുക്തിവാദി. പരമയുക്തിവാദിയാണ് ഇടമറുക്. പിന്നെ ഇസ്ലാമിലെ യുക്തിവാദികളുണ്ട്, ഞങ്ങളത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് വിശ്വസിക്കില്ല എന്ന് പറയുന്ന ഇസ്ലാമിലെ യുക്തിവാദികളെ സ്ഥാനം പിടിച്ചപ്പോ അതൊക്കെ മൂല്യാര് പയറ്റി പിടപ്പിന് പറയുന്നതാണ്. പറഞ്ഞപ്പോ എടാ പൊന്നുമോനെ, 70,000 ദിക്റ് ചൊല്ലിയത് നിന്റെ വാപ്പാടെ കബറിന് വേണ്ടി മാത്രമല്ല, അത് ചൊല്ലുന്നവന്റെ ഹൃദയത്തിന്റെ പ്രകാശം കൂടിയാ. വസ്ത്രം അലക്കുമ്പോ കൈയല്ലേ ആദ്യം വെളുക്കുന്നത്, പിന്നെയല്ലേ വസ്ത്രം വെളുക്കുന്നത്. അത് ചൊല്ലുന്നവന്റെ ഹൃദയത്തിന് പ്രകാശം കിട്ടാ, നിന്റെ ഉപ്പാന്റെ കബറത്തിലേക്ക് പ്രകാശം കിട്ടാ. എല്ലാം വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോ, എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോ, പണ്ട് കാലത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയപ്പോ ഹൃദയത്തിന് പ്രകാശമുണ്ടായിരുന്നില്ലേ? പണ്ട് ഹജ്ജ് ചെയ്തവന്റെ മുഖത്ത് നോക്കിയാൽ എന്ത് പ്രകാശമാ, എന്നാ പ്രകാശം പോലും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചെന്റെ പ്രിയപ്പെട്ട സമൂഹത്തിനോട് ഇന്നത്തെ ദിവസം വേറെ പറയാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ച വിജ്ഞാനമുണ്ട്. ആ വിജ്ഞാനം പടച്ചറപ്പിനെ കുറിച്ച് പഠിക്കാനാ. ആരാ പടച്ചറപ്പാരാ? ഇവിടെ വെച്ച് നമ്മൾ അള്ളാനെ പഠിക്കുകയാ. ഖുർആൻ സഹാബത്തിന് കൊടുത്ത വിശുദ്ധിയാ. കഅബാലയത്തിന്റെ മുൻഭാഗത്ത് നിങ്ങൾ സ്ഥാപിച്ചു വെച്ച കരിങ്കൽ വിഗ്രഹത്തിലല്ല, ജലാലിയത്തിന്റെയും ജമാലിയത്തിന്റെയും റുബൂബിയത്തിന്റെയും വഹ്ദാനിയത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹ്. ഇക്രിമ റളിയല്ലാഹു അൻഹു പഠിച്ചത് അല്ലാഹനെ കുറിച്ചാ. ഇക്രിമ പാതിരാത്രിയിൽ കരഞ്ഞത് വാനശാസ്ത്രം പഠിച്ചിട്ടല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയത്തല്ലേ അങ്ങകലെ നിന്ന് ആളുകൾ വരുമ്പോ പാതിരാ സമയത്ത് ഗോതമ്പ് ചുമക്കാനും പാതിരാ സമയത്ത് പ്രസവം എടുക്കുന്നവന് കാവൽ നിൽക്കാനും അറേബ്യയുടെ ഭരണാധികാരിയായ ഉമർ പോയപ്പോ കൂട്ടുകാര് പറഞ്ഞില്ല, ഉമറേ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ തന്നെ ഉറക്കമളച്ചിട്ട് കാവൽ നിൽക്കണ്ട, ഞങ്ങൾ കൂടി സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? പലപ്പോഴും പറയാറുണ്ട്, മഹാത്മാഗാന്ധി പോലും ഉമറിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞിട്ട് പാതിരാത്രിയിൽ പ്രസവം എടുക്കാനും പാതിരാ സമയത്ത് ഗോതമ്പ് ചുമക്കാനും ഉമർ പോയതെന്തിനാ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂട്ടുകാരെ, പാതിരാ സമയത്ത് ഞാനിത് ചെയ്യുന്നത് എന്തിനെന്നറിയോ? എന്റെ പഴയകാല രാത്രികളിൽ ഞാൻ മദ്യപിച്ചവനാ, രാത്രി മുഴുവനും ഞാൻ വ്യഭിചരിച്ചവനാ. മദ്യപാനവും വ്യഭിചാരവും നടത്തിയ എന്റെ രാത്രികൾക്ക് പ്രായശ്ചിത്തമായിട്ടാണ് ഇപ്പോൾ പാതിരാത്രിയിൽ പാവങ്ങൾക്ക് സേവനം ചെയ്യുന്നുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമറിന്റെ ഹൃദയത്തിന് വിശുദ്ധി കൊടുത്തതേതാ?